സാറേ വെൽക്കം ബാക്ക്. ഓക്കെ സാറേ, ഈ ചാന്തോക്യ ഉപനിഷത്തില് സനൽകുമാര ഋഷി നാരദർക്ക് എങ്ങനെ മുക്തി കിട്ടും എന്നുള്ള ഒരു വിഷയത്തിനെ പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അവലോകനം ഉണ്ട്. സാർ അതിനെ ഒന്ന് തരുമോ? അത് ഒരു വലിയ പ്രകരണമാണ്. ചാന്തോക്യ ഉപനിഷത്തില് ഒരുപാട് ഭാഗങ്ങളുണ്ടെങ്കിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു തോന്നിയത് ഈ മുക്തിയെ പറ്റി പറയുന്ന, അതും വിശേഷിച്ച് ബ്രഹ്മപുത്രനായ സനൽകുമാര ഋഷി മഹാജ്ഞാനിയായ നാരദ മഹർഷിക്ക് ഉപദേശിക്കുന്നതാണ്. നാരദ ഋഷി അങ്ങോട്ട് ചോദിക്കുന്നു, എങ്ങനെയാണ് മുക്തി കിട്ടുന്നത് എന്ന് ചോദിക്കുന്നു. അതിന് ഉത്തരമായി പറയുന്നതാണ് ഞാനീ പറയാൻ പോകുന്ന ഭാഗം. സനൽകുമാര ഋഷി പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. മുക്തി നമ്മൾ വളരെ ദീർഘമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണെന്ന് തോന്നുമെങ്കിലും ഇത് വളരെ വളരെ കുറച്ച് മാത്രമായിട്ടാണ് സനൽകുമാര ഋഷി പറയുന്നത്. ആഹാരശുദ്ധവും സത്വശുദ്ധി, സ്വത്വശുദ്ധോ ധ്രുവാസ്മൃതി, സ്മൃതിലബ്ധേ സർവഗ്രന്ഥീന വിപ്രമോക്ഷത തസ്മൈ കഷായം. ഇത്രയേ ഉള്ളൂ. എങ്ങനെ മുക്തി കിട്ടും? ഒരൊറ്റ മന്ത്രം കൊണ്ട് അത് തീർക്കുകയാണ്. ആഹാരശുദ്ധവും, ആഹാരം ശുദ്ധമാക്കണം. അപ്പൊ ആഹാരശുദ്ധവും എന്ന് പറയുമ്പോ അവിടെ ആഹാരം എന്ന് വെച്ചാൽ എന്താണ്? ശരീരത്തിനുള്ളിലേക്ക് എടുക്കുന്ന എല്ലാ ആഹാരവും. നമ്മൾ ശരീരത്തിന് ആഹാരം, അതെ, നമ്മൾ ശരീരത്തിലേക്ക് ആഹാരം എടുക്കുന്നത് മാത്രമല്ല, ആഹാരം വായുവും ആഹാരമാണ്, ആഹരിക്കുന്നതാണ്. അപ്പൊ ഈ രണ്ട് ആഹാരങ്ങളെയും ശുദ്ധമാക്കണം. അപ്പൊ ഈ രണ്ടാഹാരങ്ങളെ എങ്ങനെ ശുദ്ധമാക്കാം? നമുക്ക് എങ്ങനെ ശുദ്ധമാക്കാൻ പറ്റും ആഹാരങ്ങളെ ശുദ്ധമാക്കുക? അന്നത്തെ കാലത്ത് ആഹാരം എന്ന് പറയുമ്പോൾ ഇന്നത്തെ പോലെ സമ്പുഷ്ടമായ ഒരു വെജിറ്റേറിയനിസം അന്ന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സംശയമാണ്. വേദകാലമൊന്നും മനുഷ്യൻ വെജിറ്റേറിയൻ അല്ല. വെജിറ്റേറിയൻ വന്ന് ബുദ്ധമതത്തിന് ശേഷമാണ് വെജിറ്റേറിയനിസം മതത്തിലോട്ട് വന്നത്. അതിനു മുമ്പ് ഋഷികളും മറ്റുമൊക്കെ, നമ്മുടെ രാമായണം, വാൽമീകി രാമായണം വായിച്ചാൽ മനസ്സിലാകും. മാനിറച്ചി അല്ല, നായാട്ട് മാത്രമല്ല, മാനിറച്ചി ഞാൻ കൊണ്ടുവന്ന് നിവേദിക്കാം, ഗംഗയ്ക്ക് നിവേദിക്കാം എന്ന് സീത ഗംഗയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ മാനിറച്ചിക്ക് വേണ്ടി വാൽമീകി രാമായണത്തിൽ രാമൻ പോകുന്നുണ്ട്. മാനിറച്ചി കൊണ്ട് സൽക്കരിക്കുന്നുണ്ട് പല ആശ്രമങ്ങളിലും രാമനെയും മറ്റുമൊക്കെ. അപ്പോ യോഗികൾക്കും മറ്റുമൊക്കെ നിരോധിക്കപ്പെട്ട ഒരു സാധനമല്ല അന്നത്തെ കാലത്ത് ഈ ഇറച്ചി. പിന്നെ എന്നാണ് ഈ ഇറച്ചി മറ്റുമൊക്കെ നിരോധിച്ചതെന്ന് ചോദിച്ചാൽ ബുദ്ധമതത്തിന് ശേഷമാണ്. അപ്പോ ഈ സമയത്താണ് ആഹാരം ശുദ്ധമാക്കണം. അവിടെ വെജിറ്റേറിയൻ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോ ആഹാരം എങ്ങനെയാ ശുദ്ധമാകുന്നത്? വെജിറ്റേറിയൻ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ വെജിറ്റേറിയൻ കഴിക്കുന്നവര് തന്നെ താമസ ശരീരികളായിരിക്കും. എന്തുകൊണ്ട്? അമിതമായി കഴിക്കുന്നുകൊണ്ട്. അപ്പൊ അമിത ആഹാരത്തെയാണ് ഇവിടെ ആഹാരശുദ്ധം എന്ന് പറയുന്ന ഒരെണ്ണം. കഴിക്കുന്ന ആഹാരം, അമിതാഹാരം. ശരീരത്തിനും മനസ്സിനും ജീവൻ നിൽക്കാൻ വേണ്ടി മാത്രമായി ആഹാരത്തെ നിജപ്പെടുത്തുക. അങ്ങനെ നിജപ്പെടുത്തിയാൽ ആഹാരശുദ്ധവും അതിൻ്റെ കൂടെ പ്രാണനും കൂടെ ശുദ്ധീകരിക്കണം. പ്രാണായാമാദി പ്രക്രിയകൾ കൊണ്ട് പ്രാണന്റെ വരവ് പോക്കുകളെ നിയന്ത്രിച്ച് പ്രാണനെ കൂടെ ശുദ്ധമാക്കണം. അതാണല്ലോ പ്രാണായാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രാണനെ ശുദ്ധീകരിക്കുക ഉള്ളതാണ് പ്രാണായാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പ്രാണനെയും ആഹാരത്തെയും ശുദ്ധീകരിച്ചാൽ ആഹാരശുദ്ധവും സ്വത്വശുദ്ധി, സത്വമല്ല സ്വത്വം, ആത്മാവ് ശുദ്ധമാകും. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് ശുദ്ധമാകും. സ്വത്വശുദ്ധോ ധ്രുവാസ്മൃതി. ഈ സ്വത്വം, നമ്മുടെ ആത്മാവ് ശുദ്ധമായാൽ ധ്രുവാസ്മൃതി, ഉടൻ നമ്മൾക്ക് സ്മൃതി ഉണ്ടാകും. എന്താണ് സ്മൃതി? സ്മൃതി എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഈ ജന്മം എടുത്തു,
എടുക്കാനുണ്ടായ കാരണം എന്താണ്? എത്ര ജന്മങ്ങൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്? ആഹാരശുദ്ധോ സത്വശുദ്ധി, സത്വശുദ്ധോ ധ്രുവ സ്മൃതി. സ്മൃതി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഓർമ്മയിലെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന കാര്യങ്ങൾ, സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന കാര്യങ്ങൾ എന്ന് നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പൂർവ്വജന്മങ്ങളിലും ഇനി വരാനിരിക്കുന്ന ജന്മങ്ങളിലും എന്തെല്ലാം കർമ്മ ബാലൻസുകളാണ് നമ്മൾ ചെയ്തു തീർക്കാനുള്ളത്, എന്തെല്ലാം കർമ്മ ബാക്കിയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്, അതൊക്കെ എങ്ങനെ തീർക്കണം, എങ്ങനെയാണ് അതിൻ്റെ ശേഷിപ്പ് തീർക്കേണ്ടത്, എത്ര ജന്മങ്ങൾ കഴിഞ്ഞു, ഇതെല്ലാമാണ് സ്മൃതിയിൽ വരുന്നത്. ഈ സ്മൃതി കിട്ടിക്കഴിഞ്ഞാൽ സർവഗ്രന്ഥീനാം, നമ്മളുടെ ജീവനെ ബന്ധിച്ചിരിക്കുന്ന ഗ്രന്ഥികൾ, പല ഗ്രന്ഥികളും ജീവനെ ശരീരത്തിൽ ബന്ധിച്ചിരിക്കുന്നത് ഗ്രന്ഥികളാണ്. വിഷ്ണുഗ്രന്ഥി, ശിവഗ്രന്ഥി, രുദ്രഗ്രന്ഥി, പ്രധാനമായിട്ട് 3 ഗ്രന്ഥികളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഗ്രന്ഥികൾ ഭേദിക്കും. ആ ഗ്രന്ഥികളെ ഭേദിക്കാനുള്ള അറിവും ഇതിന്റെ കൂടെ ഉണ്ടാകും. ഭേദിച്ചാൽ സ്മൃതിലബ്ധേ സർവഗ്രന്ഥീനാം വിപ്രമോക്ഷത. അതായത് ഇത് തന്നെ കഠോപനിഷത്തില് ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യതേ സർവസംശയ ക്ഷീയന്തേ ചാസ്യകർമാണി തസ്മിൻ ദൃഷ്ടേ പരേ പരേ. യമൻ നചികേതസിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഭിദ്യതേ ഹൃദയഗ്രന്ഥി, ഹൃദയഗ്രന്ഥി പൊട്ടിക്കണം. നീ എത്ര നാൾ വരെ നിന്റെ കർമ്മങ്ങൾ ചെയ്യണം, നിന്റെ സാധനങ്ങൾ അനുഷ്ഠിക്കണം എന്ന് യമൻ പറയുകയാണ്. നിന്റെ ഹൃദയഗ്രന്ഥി പൊട്ടുന്നത് വരെ അത് ചെയ്യണം. ആ ഹൃദയഗ്രന്ഥി പൊട്ടുക എന്നുള്ളതാണ് അവസാനം ചെയ്യാനുള്ളത്. ഭിദ്യതേ ഹൃദയഗ്രന്ഥി. അതോടുകൂടെ നിന്റെ സംശയങ്ങൾ, നീ ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നോട്, യമനോട് മരണരാജാവായ യമനോട് നചികേതസ് ചോദിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരുപാട് സംശയങ്ങൾ. ഈ സംശയം മുഴുവൻ അതോടെ തീരും. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യതേ സർവസംശയ ക്ഷീയന്തേ ചാസ്യകർമാണി. ഇത് മാത്രമല്ല, പിന്നെ നിനക്ക് കർമ്മങ്ങളില്ല. അത്ര പ്രധാനപ്പെട്ടതാണ് ഈ ഗ്രന്ഥി ഭേദനം എന്ന് പറയുന്നത്. ആ ഗ്രന്ഥി ഭേദനമാണ് ഇവിടെ നാരദ ഋഷിക്ക് സനൽകുമാര മഹർഷി പറഞ്ഞു കൊടുക്കുന്നു. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യതേ സർവസംശയ ക്ഷീയന്തേ ചാസ്യകർമാണി തസ്മിൻ ദൃഷ്ടേ പരേ പരേ. അപ്പോൾ നിനക്ക് കാണുന്ന ബ്രഹ്മത്വ സ്വരൂപമുണ്ട്. സർവവും ബ്രഹ്മമായ ഏകത്വമായ സർവം, ബുദ്ധമതക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ മഹാശൂന്യത, ഞാനെന്നോ നീയെന്നോ ഇല്ലാത്ത മഹാശൂന്യത. അപ്പോൾ നിനക്ക് മനസ്സിലാവും ഈ ആ മഹാശൂന്യതയാണ്. ശിവോഹം തസ്മിൻ ദൃഷ്ടേ പരേ. ശിവോഹം തസ്മിൻ ദൃഷ്ടേ പരേ. അപരവും പരവുമായ അതാണ് നീ, അതാണ്, അതിലേക്കാണ് നീ എത്തുന്നത് ഇത്രയും കൊണ്ട് എന്നാണ് ഋഷി നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇതാണ് മുക്തിസ്ഥാനവും ഇതാണ് മുക്തി. ഓക്കെ.